ഹായ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇതൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഓക്കെ ആണല്ലോ? എല്ലാവരും ഉഷാറായിട്ട് നേരിടുന്നേ, ഉഷാറായിട്ടിരിക്കട്ടെ. അടിപൊളിയായിട്ട് അദ്ദേഹം ക്ലാസ് ഒക്കെ സെറ്റ് ആക്കണം. നമുക്ക് ഇന്ന് ചാപ്റ്റർ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം എടുത്ത് തീർന്ന് നിങ്ങൾക്ക് വേണ്ടി കുറെ ടാസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കും. ഓക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് വരുന്നേ, പൊളിക്കാൻ റെഡി ആണെന്നെങ്കിൽ ഉഷാറായിട്ട് സെറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്ചറേഷൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു, ജസ്റ്റ് ഒന്ന് ഇൻട്രോ മാത്രം പറഞ്ഞുള്ളൂ. ഓസ്മോസിസ് വരെ നമ്മൾ എടുത്തത്. അപ്പൊ ഓസ്മോസിസ് എന്താണ് സംഭവം നമ്മൾ പറഞ്ഞായിരുന്നേ? ജസ്റ്റ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത്? മാങ്ങ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും നാള് പ്രിസർവ് ആയിട്ടിരിക്കുന്നു, ചീത്താകാതെ ഇരിക്കുന്നു? എന്താണ് റീസൺ? ആരാണത്? അഭിരാമി. ഹായ് അഭിരാം, അറിയാവോ എന്തുകൊണ്ടാണ് മാങ്ങ ഉപ്പിലിട്ട് വെക്കണം? എന്തിനായിരിക്കും? അങ്ങോട്ടാണല്ലോ, കുഴപ്പമില്ല. ആ, ആഗ്നസ്, അടുത്ത പണ്ണിയർ. ആഗ്നസ് പറഞ്ഞോ, പറഞ്ഞു എന്താണ്, എന്തിനാണ് മാങ്ങ ഉപ്പിലിട്ടത്? ഉപ്പിലിട്ട് വെക്കണം എന്തിനാ? ഉപ്പുണ്ടായിട്ടാ ഇല്ലേ? അല്ലാണ്ട് വെറുതെ എന്തിനാ പറഞ്ഞത്? ഇതായിരിക്കും അങ്ങോട്ടാകാൻ പറ്റണല്ലോ. ഷേടാ. ഏഞ്ചലിൻ, ഗുഡ് ഈവനിങ്. എവിടെയാണ്? സുഖല്ലേ? സുഖാണ്. എന്നാ പറഞ്ഞ എന്തിനാണ് നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കണത്? ആര് പറഞ്ഞു മാങ്ങ ഫ്രിഡ്ജ് വെച്ചാൽ പോരെ? അല്ല, അതില് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും. ആണോ? അപ്പൊ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് വെച്ചാൽ പോരെ? അല്ല, അല്ല, ഉറപ്പാണോ? ഉപ്പിലിട്ട് വെച്ചാൽ പ്രിസർവ് ആയിട്ടിരിക്കുക? അപ്പൊ എങ്ങനെയാ നടക്കണം അതിന്റെ പ്രോസസ് ഒന്ന് പറഞ്ഞു തന്നെ. നമുക്ക് എഞ്ചിനീയറിംഗ് ക്ലാസ് എടുക്കാൻ. ഓക്കെ, പറ. ഇപ്പൊ മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കും മാങ്ങയിലുള്ള. ആര് വലിച്ചെടുക്കും? ഉപ്പ് അല്ലേ? ആ, അപ്പൊ ആ പ്രോസസ്സിന് എന്താ വിളിക്കുക? പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷനാ? അല്ല, അയ്യോ, ഞാൻ മറന്നുപോയി. ആ, മറന്നു. ഏഞ്ചലിനെ മറന്നു. ആരാ പറഞ്ഞു കൊടുക്കുക? ഓർമ്മിപ്പിച്ചെന്ന് ആരെങ്കിലും? ജിയ. ഹായ് ജിയ, ഗുഡ് ഈവനിങ്. ആ പ്രോസസ് ഒന്ന് പറഞ്ഞു കൊടുക്കോ? യെസ്. എന്താണ് ഓസ്മോസിസ്? മറന്നു, ഓർമ്മ വന്ന ഏഞ്ചലേ? ആ, കിട്ടി. ഓസ്മോസിസ് വഴിയിട്ടാണ് അല്ലേ? എന്താ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. കൂടിയ ഗാഠതയിൽ നിന്ന് കുറഞ്ഞ ഗാഠതയിലേക്ക് എന്തൊഴുകി വരും? വെള്ളം ഒഴുകി വരും. അതിനാണ് എന്താ പറയാ? ഓസ്മോസിസ് എന്ന് പറയാം. ഇപ്പൊ വെള്ളത്തിന്റെ അകത്ത് പ്യുവർ വാട്ടർ, വെള്ളത്തിന്റെ അളവ് കൂടുതലാ. ഉപ്പുവെള്ളത്തിൽ ഉപ്പിന്റെ അംശമാണ് കൂടുതൽ. അപ്പൊ മാങ്ങയുടെ അകത്ത് നിന്നിട്ട് വെള്ളം പുറത്തേക്ക് വരും. അപ്പൊ എന്താ? മാങ്ങ ചുരുങ്ങിപ്പോ. അപ്പൊ കുറെ നാൾക്ക് എന്ത് പറ്റും? നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്രിസർവേഷൻ കിഡിലനായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അതാണ് ഉപ്പിലിട്ട മാങ്ങ കഴിക്കുക. മാങ്ങ കഴിക്കാണ്ട് ഉപ്പിലിട്ട മാങ്ങ കഴിക്കാറുണ്ടോ? ഉപ്പിലിട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉപ്പിലിട്ട് ഏത് ഉപ്പിലിട്ട് കഴിക്കാനാ? പച്ചമുളകാണോ? ആണ്. കൃപ ആൻഡ് കൃതിക. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ മര്യാദക്കൊന്നും മുടിയൊക്കെ കെട്ടി തന്നെയായിരുന്നു സാറ്. ആ ഇതിലാരാ കൃതിക? കൃതിക, കൃതികയും കൃപയും അല്ലേ? ആ, ഓക്കെ. എന്താ എന്താ ഉപ്പിലിട്ട മാങ്ങ ഒക്കെ കഴിക്കാറുണ്ടോ? ഉപ്പിലിട്ട് കഴിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാക്കാറുണ്ട്? ആ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉപ്പിലിട്ട് എന്ത് കഴിക്കാൻ ഇഷ്ടം? വേറൊന്നും ഇഷ്ടമല്ല? കൃതികൊക്കെ എന്താ ഇഷ്ടം? പഴോ? മാങ്ങ. ഓക്കെ, എല്ലാവർക്കും മാങ്ങ തന്നെയല്ലേ? പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എങ്ങനെ ഉണ്ടൊരു? അടിപൊളിയാ, കിട്ടില്ലല്ലേ? നൈസ് അല്ലേ? ആ, പിന്നെ അരുൺ സാർ ഏതാ? അരുൺ സാറിന് ഏതാ ഇഷ്ടം? എല്ലാവർക്കും മാങ്ങ, മാങ്ങാപ്രിയന്മാരാണല്ലേ? ഓക്കെ. അപ്പൊ ഈ ജാമൊക്കെ ഉണ്ടാക്കി നോക്കിയ ആരെങ്കിലും? ചക്ക ജാം, ജാക്ക് ഫ്രൂട്ട് ജാം ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയായിരുന്ന? ശ്രമിച്ച? ഇല്ലേ? മോശമായി പോയി. സാർ, നമ്മുടെ ആരും മഞ്ഞൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കിട്ടിയെന്നാവോ? ഹർഷണ? ആ, വൈകിയ. മഞ്ഞൾ എടുക്കാൻ പോയെന്നോ? കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓസ്മോസിസ് വഴി നമുക്ക് ഫുഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഉപ്പിലിട്ട മാങ്ങയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത പഠിക്കാൻ പോണ എന്താ സംഭവം അറിയാവോ? പാസ്ചറൈസേഷൻ പറയും. എന്താണ് ഈ പാസ്ചറൈസേഷൻ? ആർക്കെങ്കിലും അറിയാവോ?
അവിടെ ഏഞ്ചലിൻ ഒക്കെ പറഞ്ഞു പാസ്ചറൈസേഷൻ എന്ന വാക്ക് പറഞ്ഞു, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. എന്താണ് നമ്മൾ ആരാണ് കാർത്തിക്. ഹായ് ഹായ് ഹായ്, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, സുഖല്ലേ? ഉഷാറാണെന്ന് പറഞ്ഞു. എന്താണ് പാസ്ചറൈസേഷൻ, വല്ല കേട്ടോ കേൾവി ഉണ്ടോ? ഞാൻ സയൻസ് ക്ലബിലുള്ള ഒരാളാണ്. അപ്പോഴത്തേക്കും ഞങ്ങളെ മിൽമയെ കൊണ്ടുപോയപ്പം അവിടെ പാസ്ചറൈസേഷനെ കുറിച്ച് ഫുഡ് പഠിപ്പിച്ചു തന്നെ. അന്നു പറഞ്ഞു എന്തൊക്കെ നടത്തിയോടാ? നല്ല പാലെടുക്കും, എന്നിട്ട് അതിനെ 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ്സ് ചൂടാക്കും. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഇതാക്കും. ഓർഗാനിസംസ് അതാണ് ഇതാ മോനെ കാർത്തിക് കിട്ടും. എല്ലാവരും നല്ല കൈയ്യെടുക്കുക. വെൽഡൺ വെൽഡൺ വെൽഡൺ. അപ്പൊ കാർത്തിക് ഉഷാർ, അടിപൊളി കേട്ടാ. അപ്പൊ ഇതാണ് പാസ്ചറൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം മക്കളെ? നമ്മുടെ മിൽക്ക് കേടുവരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അതിനകത്തുള്ള രോഗാണുക്കൾ പടരാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു മെത്തേഡാ പാസ്ചറൈസേഷൻ എന്ന് പറയും. അതെന്താ ചെയ്യുന്നത്? 70 ഡിഗ്രിയിൽ ഇപ്പൊ പറഞ്ഞാൽ 30 സെക്കൻഡ് നേരത്തേക്ക് എന്ത് ചെയ്യും, നമ്മള് ഒന്ന് ചൂടാക്കും, ബോയിൽ ചെയ്യും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്ന അറിയാവോ? തണുപ്പിക്കും. അതെന്താ സംഭവം എന്നറിയാവോ? ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ സാർ അത് മാറ്റിക്കോ. നമ്മുടെ മൈക്രോ ഓർഗാനിസം, ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് നിങ്ങൾക്ക് അറിയാം? ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് അറിയാം? നിങ്ങൾ ബാക്ടീരിയ എന്ന് കേട്ടിട്ടുണ്ടോ? തന്നെ ബാക്ടീരിയനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, അമീബ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? അമീബ എന്ന് കേട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താ? ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ അമീബകളായിക്കോട്ടെ, അമീബ, ഇവരെല്ലാവരും നമുക്ക് രോഗങ്ങൾ പടർത്തും. അപ്പൊ ഈ മിൽക്ക് പാസ്ചറൈസ് ചെയ്യണതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംഭവം എന്താണെന്ന് അറിയാവോ? ഇവര് ഏറ്റവും പെട്ടെന്ന് ആദ്യം തന്നെ എന്താ പറഞ്ഞത്, 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും? ചൂടാക്കും, ബോയിൽ ചെയ്യും. അപ്പൊ ചൂടാക്കുമ്പോ നല്ല ചൂടായിരിക്കും. ചൂടുള്ള സമയത്ത് എന്ത് പറ്റുമെന്നറിയാവോ? ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന്റെ മക്കളെ വളരാൻ പറ്റത്തില്ല, അവർക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ഗ്രോത്ത് അങ്ങോട്ട് എന്ത് ചെയ്യും? മുരടിച്ചു, സ്റ്റണ്ടഡ് ആയി പോകും. അതേപോലെ തന്നെ പെട്ടെന്ന് തണുപ്പ് കുറച്ചാലും പെട്ടെന്ന് 10 ഡിഗ്രിയിലേക്ക് കുറക്കും എന്ന് പറഞ്ഞല്ലേ? അതെന്താ? പെട്ടെന്ന് തണുപ്പിക്കും നമ്മള്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ എക്സ്ട്രീം എന്താ പറയാ ഹീറ്റിലും എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറിലും അതേപോലെ എക്സ്ട്രീം കോൾഡിലും ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന് എന്തുണ്ടാവില്ല മക്കളെ? ഗ്രോത്ത് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെരുകാൻ നേരത്താണ്, നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്താണ് എന്ത് പറ്റുന്നത്? ഡീക്കേ ആവണത്. എന്ത് ഡീക്കേ ആവും? ഫുഡ് ഡീക്കേ ആവും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പാസ്ചറൈസേഷൻ സംഭവം. പെട്ടെന്ന് ചൂട് കൂട്ടി പെട്ടെന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഡെഡ് ആവും, അതിന്റെ ഫങ്ഷൻസ് ഒന്നും നടക്കത്തില്ല. ഇതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ലൂയി പാസ്ചർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് കണ്ടുപിടിച്ചത്. അപ്പൊ പുള്ളിയുടെ പേര് ഇട്ടു, സന്തോഷമായില്ലേ? അതാണ് പാസ്ചറൈസേഷൻ. ഓക്കെ, തന്നെ ക്ലിയർ ആണോ? അപ്പൊ നോട്ട്സ് അയച്ചാൽ നമുക്ക്. അപ്പൊ എന്താണ് പാസ്ചറൈസേഷൻ? നോക്കാം. പാസ്ചറൈസേഷൻ അപ്പൊ എന്താ സംഭവം നോക്കാം. എല്ലാവരും വായിച്ചേ, ഫസ്റ്റ് സെന്റൻസ് എല്ലാവരും വായിച്ചേ. എനിക്ക് ഇവിടെ കേൾക്കണം, എല്ലാവരും ഒച്ചത്തിൽ വായിക്കണം, എനിക്ക് കേൾക്കണം. എവിടെ? ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. നമ്മൾ പറഞ്ഞല്ലേ, പാല് ചീത്താവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയയാണ് എന്ത്? ഈ പാസ്ചറൈസേഷൻ എന്ന് പറയാം. ഇതെന്താ ചെയ്യുന്നത്? ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എന്താ പറഞ്ഞത് നോക്കി? ഹീറ്റ് മിൽക്ക് ടു 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 സെക്കൻഡ്സ്. അല്ലെ, 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യാ? ബോയിൽ ചെയ്യാ. എത്ര നേരത്തേക്ക്? എന്തായാലും സ്ക്രീനിൽ കാണിച്ചേ. എത്ര സെക്കൻഡ്? എത്ര സെക്കൻഡ്? 5 ആണോ 6 ആണോ 7 ആണോ 3 ആണോ 30 ആണോ? എത്രയാണ്? 20 10? 30 സെക്കൻഡില് 30 സെക്കൻഡ്സ് എന്താണ് നമ്മള് ഈ പറഞ്ഞ പാല് ബോയിൽ ചെയ്യണം. അണ്ട് അപ്പൊ തന്നെ എന്താ ചെയ്യുക? ആൻഡ് കൂൾ ടു 10 ഡിഗ്രി സെൽഷ്യസ് ഇമ്മീഡിയറ്റ്ലി. അല്ലെ, പെട്ടെന്ന് തന്നെ 70 10 ആക്കി കഴിഞ്ഞാൽ എന്താ പറ്റുക? പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു പോകും. അപ്പൊ എന്താ? ക്രിയേറ്റ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. അല്ലെ, ചൂടുമായി തണുപ്പ്, പെട്ടെന്ന് അവിടെ ടെമ്പറേച്ചർ താപനിലക്ക് ഒരു വ്യത്യാസം വന്നു. അപ്പൊ എന്തുണ്ടാവും മക്കളെ? ഈ ടെമ്പറേച്ചർ ഡിഫറൻസസ് എന്തിലേക്ക് ലീഡ് ചെയ്യും? നമ്മൾ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എങ്ങനെ ഇരിക്കും അറിയാവും മക്കൾ? ഇതാണ് ബാക്ടീരിയൽ സെൽ എന്ന് പറയാം. ഇതൊരു ബാക്ടീരിയൽ സെല്ല. ഈ ബാക്ടീരിയൽ സെൽസിന് ചുറ്റും എന്തുണ്ടെന്ന് അറിയാം? ഇതേപോലെ ഇവർക്ക് കുറച്ച് ഫ്ലജല്ലകൾ അല്ലെങ്കിൽ സീലിയകൾ ഉണ്ട്. ഇതാണ് ഇവരുടെ ബോഡി. അതേപോലെ തന്നെ വലിയ ഫ്ലജല്ലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് എന്തുണ്ടാവും? ഇവരുടെ സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതൊരു ബാക്ടീരിയൽ സെല്ല.
അപ്പൊ ചൂട് കൂടാൻ നേരത്തിലൂടെ സെൽ മെമ്പറൈനിൽ സെല്ലിന് ചുറ്റുമുള്ള ഈ ഒരു സംഭവത്തിന് വിളിക്കുന്ന പേരാണ് സെൽ മെമ്പർ അല്ലെങ്കിൽ കോശസ്തരം എന്ന് പറയും. ഈ കോശസ്തരമൊക്കെ ഇങ്ങനെ പൊട്ടി പോകാൻ തുടങ്ങും. ചൂട് കൂടി പെട്ടെന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഈ കോശസ്തരമൊക്കെ അങ്ങോട്ട് എന്താ പറയാ പെട്ടെന്ന് അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് അങ്ങോട്ട് ഡിസ്ട്രോയ് ആയിപ്പോ. അതാ പറഞ്ഞ ഫസ്റ്റ് ഏറ്റവും അവസാനത്തെ സെന്റൻസ് വായിച്ച് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ലീഡ് ടു റപ്ചറിങ് ഓഫ് സെൽ മെംബ്രെയിൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദേ ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. എന്താണ് ഈ പെട്ടെന്നുള്ള ഈ താപത്തിന്റെ വ്യതിയാനം കാരണം എന്താ പറ്റാന്ന് വെച്ചത് ഈ പറഞ്ഞ പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടിപ്പോകും. എന്താണ് പാവം ബാക്ടീരിയകൾ, പാവം അവരൊക്കെ ചത്തുപോയി. അപ്പൊ ഈ പറഞ്ഞ ബാക്ടീരിയകളുടെ മേലുള്ള കോശസ്തരം എല്ലാം പൊട്ടി നശിപ്പിച്ച് അങ്ങോട്ട് കളയും. അപ്പൊ ഇതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയാം. അപ്പൊ പേരെങ്ങനെ വന്നെന്ന് അറിയാവോ? ഈ പേര് വന്നത് നമ്മൾ പറഞ്ഞ ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് എന്താന്ന് വായിച്ചില്ലാരെന്ന് വെച്ചിട്ട് വായിച്ചേ. അതിൽ തന്നെ ഉണ്ടല്ലോ, ഒന്ന് വായിച്ചേ. ഇതിലില്ല, അടുത്ത സ്ലൈഡ്. എന്താ വായിച്ചേ നോക്കിക്കേ. ആ സയന്റിസ്റ്റിന്റെ പേരെന്താ നോക്കിക്കേ, ലൂയി പാസ്റ്റർ എന്നാ. അപ്പൊ ലൂയി പാസ്റ്റർ എന്ന് ഈ പറഞ്ഞ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് ഈ ഒരു പ്രോസസ്സിന് ഇൻവെന്റ് ചെയ്തത്. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ പ്രോസസ്സിനെ എന്ത് പേരിട്ട് വിളിച്ചു? പാസ്ചറൈസേഷൻ. ക്ലിയർ അല്ലേ? അതിപ്പോ എന്തിനാണ് വൈൻ അതേപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പാസ്ചറൈസേഷൻ വഴി നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവരും എന്ത് ചെയ്യുക, മൈക്രോ ഓർഗാനിസംസ് പെരുകാൻ ചാൻസ് ഉണ്ട്. ആ പെരിക്കൽ നിർത്തണം, മൾട്ടിപ്ലൈ ചെയ്യൽ നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് പ്രോസസ്സ് ചെയ്യണം? പാസ്ചറൈസേഷൻ ചെയ്യണം. ക്ലിയർ ആണ് അതിൻ്റെ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റിലെ ഇത്ര ഉള്ളു നമുക്ക് എന്ത് ഈ പാസ്ചറൈസേഷൻ പഠിക്കാൻ വേണ്ടി. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? അപ്പൊ പാസ്ചറൈസേഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. സാർ ഒന്ന് മാറ്റിക്കേ. അപ്പൊ എന്താണ് ഞാൻ ചോദിക്കാൻ പോകട്ടെ, നിങ്ങൾ പറയണം. ആരാണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്? ഏത് സയന്റിസ്റ്റ് ആണ് ഇൻവെന്റ് ചെയ്തത്? പറയൂ. ആൻസർ പെട്ടെന്ന് വരട്ടെ. ആയുഷി. ഹലോ, ഗുഡ് ഈവനിങ്. ആയുഷി അൺമ്യൂട്ട് ചെയ്യൂ. ലൂയി പാസ്റ്റർ അല്ലേ? ഇത് ഫ്രഞ്ച് ആണോ മലയാളിയാണോ? ഫ്രഞ്ച് സയന്റിസ്റ്റ് ഉറപ്പാണോ? ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിട്ട് ലൂയി പാസ്റ്റർ ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ ഈ പ്രോസസ്സിന് എന്ത് പേരിട്ട് കൊടുത്തു നമ്മള്? ആര് പറയും? എന്താണ് ഈ പ്രോസസ്സിന്റെ പേര്? ആരാ? പവനാ? അബിൻ റോബിൻ. ഹായ്, ഗുഡ് ഈവനിങ്. എന്താണ് ഈ പ്രോസസ്സിന്റെ പേര്? കേറിയുള്ളൂ. ഓക്കെടാ, കുഴപ്പമില്ല. പാസ്ചറൈസേഷൻ കേട്ടാ. അപ്പൊ ലൂയി പാസ്റ്റർ ഇൻവെന്റ് ചെയ്ത മെത്തേഡ് ആണ് പാസ്ചറൈസേഷൻ. ഇനി പാസ്ചറൈസേഷൻ ഡെഫിനിഷൻ പറയാൻ ആരാ വരുന്നത്? പറയട്ടെ, നോക്കട്ടെ. ആരാണത്? ആവണി. ഹായ് ആവണി, ഗുഡ് ഈവനിങ്. ഹലോ, ആൻസർ കിട്ടിയാ? ആവണി ഒരു പ്രാവശ്യം കൂടെ പറയൂ, എന്താണ് പാസ്ചറൈസേഷൻ ഡെഫിനിഷൻ? പറഞ്ഞോ. വരാതിരിക്കാനായിട്ട് 70 ഡിഗ്രി ചൂടില് തിളപ്പിച്ചിട്ട് 30 സെക്കൻഡ് 10 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് തണുക്കാൻ വെക്കും. അപ്പൊ ഈ ചൂട് കാരണം ബാക്ടീരിയാസ് ഒന്നും പുറത്തില്ല. ഓക്കെ, ഇതാണ് എന്ത് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? സെറ്റ് ആണോ മക്കളെ? അപ്പൊ മക്കളെ നമ്മളെല്ലാം ഈ അഡൾട്രേഷൻ കഴിച്ചല്ലേ? അഡൾട്രേഷൻ പഠിച്ചു, എല്ലാ പദാർത്ഥങ്ങളും അഡൾട്രേഷൻ പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തേങ്ങയാണ്, നമ്മുടെ എണ്ണയില്ലേ, കോക്കനട്ട് ട്രീ നിന്ന് കിട്ടുന്ന എണ്ണ, ഈ എണ്ണ പ്യുവർ ആണോ ഇംപ്യൂർ ആണോ എങ്ങനെ മനസ്സിലാക്കും? അതാരാ പറയാൻ പോണത്? ഒന്ന് പറഞ്ഞേ. ശിവശ്രീ പറഞ്ഞേ. ഹായ് ശിവശ്രീ. നിങ്ങൾ എണ്ണ ഇടാറുണ്ടോ മക്കളെ? തലയിലൊക്കെ എണ്ണ ഇടാറുണ്ടോ? എണ്ണയൊക്കെ ഇട്ട് കിട്ടില്ല. അടിപൊളി. ആരാണ് ശിവശ്രീ പറഞ്ഞേ? ഹായ്, ഹലോ ശിവശ്രീ, സംസാരിച്ചോ. പറഞ്ഞോ, കേക്കണ്ട്. കട്ടായി പോണ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്നാണല്ലേ? കുഴപ്പമില്ല, അടുത്ത ആൾ വിളിച്ചോ. ഷാൻ. ഹായ് ഷാൻ. ഷാൻ സ്മിത്ത്. ഹായ് ഷാൻ. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മുടെ വെളിച്ചെണ്ണ ശുദ്ധമാണെന്ന് എങ്ങനെ തിരിച്ചറിയും? വല്ല വഴിയുണ്ടാ? ഫ്രീസറിൽ വെക്കാം. അപ്പൊ അത് അരമണിക്കൂറിനുള്ളില് കട്ടിയിരിക്കുകയാണെങ്കിൽ അത് നല്ല വെളിച്ചെണ്ണ. ഫുള്ള് ഐസ് ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ എന്താണ് അത് നല്ല വെളിച്ചെണ്ണയാണ്. അല്ലെങ്കിൽ ഇംപ്യൂർ ആണെന്നുണ്ടെങ്കിൽ ആരാ പറയാൻ പോണേ? അമ്മ അടിപൊളിടാ, കിട്ടില്ല. ആരാ? ദേവിക. ഹായ് ദേവിക.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇംപ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ, കോക്കനട്ട് വെളിച്ചെണ്ണ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വെളിച്ചെണ്ണ ഫ്രീസറിൽ വെക്കുമ്പോ കട്ടാവില്ല. കട്ടാവില്ല. അതിന്റെ മായം എന്ത് ചെയ്യും? മുകളിൽ വന്നിങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കും അല്ലെ, 2 പാടകൾ പോലെ ആയിട്ട് എന്ത് ചെയ്യും? 2 ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യും. ക്ലിയർ ആണോ ദേവിക? ഓക്കെ അല്ലെ? വെരി ഗുഡ് ദേവിക, ഉഷാറില്ലടാ. അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ജ്യൂസ് ഐറ്റംസ് കുടിക്കാറുണ്ട്, വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്, അതിലേക്ക് എന്തിട്ട് കൊടുക്കും? ചൂടുവെള്ളമാണോ തിളപ്പിച്ച് കൊടുക്കുക? അവർക്ക് കുടിക്കാൻ വേണ്ടി നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷ് ലൈം ഇട്ട് കൊടുക്കും. അതിനകത്ത് നമ്മൾ എന്തിടും? ഫ്രഷ് ലൈമിന് എന്താ പറഞ്ഞാരാ? അവീത. ഹായ് അവീത, ലൈമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? നോമ്പറക്കണേന്നാ? അയ്യോ, പറഞ്ഞോ. ഹായ്, നോമ്പുണ്ടായിരുന്നു? നോമ്പ് തുറന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ലൈം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? പിന്നെ മിന്റ്. ഓക്കെ. വേറെ എന്ത് ഒന്നുമില്ല, തണുപ്പിന് വേണ്ടി എന്താ നമ്മള്? ഐസ് ഇടും അല്ലേ? ഈ ഐസില് വല്ല മായം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഐസില് കെമിക്കൽസ് എല്ലാം ഉണ്ടാവോ? ഉണ്ടാവില്ല, ഉറപ്പാണല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ മക്കള് നമ്മൾ ഈ പറഞ്ഞ അതാണ് സാർ റൈറ്റ് സൈഡില് ശ്രീനന്ദ. ഹായ് ശ്രീനന്ദ, അവിടെ എന്താണ് പെൻസിൽ വെച്ച് എന്താ ആരൊക്കെയോ കുത്തുന്നുണ്ടല്ലോ? ആരുടെത്താ ദേഷ്യം തീർക്കണത്? അഡ്മിറ്റ് ചെയ്തോ. എന്താണ് ആരാ പറയാൻ പോകുന്നത്? നമ്മുടെ ഈ ഐസിൽ മായം ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ മീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഫിഷ് മാർക്കറ്റിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഐസ്ക്രീംസിലായിക്കോട്ടെ, എല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഐസിലിട്ടാ വെക്കണത് ഇല്ലേ? അപ്പൊ ഈ ഐസിന്റെ അകത്ത് മായം ചേർക്കാറുണ്ട്. എന്തിനാണെന്നറിയാവോ? ഈ ഐസ് നമുക്കറിയാം പെട്ടെന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂട് കൊണ്ട് അങ്ങോട്ട് വറ്റിപ്പോവും ഇല്ലേ? മെൽറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടി ചില കെമിക്കൽസ് ഒക്കെ ആഡ് ആക്കും. പക്ഷെ ഇത് ആഡ് ആക്കി കഴിഞ്ഞാൽ ഗുണം എന്താന്ന്? ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? ഐസൊന്നും പെട്ടെന്ന് മെൽറ്റ് ആവില്ല, ലോങ് ലാസ്റ്റ് ചെയ്യും. കുറച്ച് നേരത്തും കൂടെ എന്ത് ചെയ്യും? നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും ഐസിന്. ദോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് രോഗം വരും. അത് നല്ലതാണോ? നല്ലതല്ല. അപ്പൊ ഈ കെമിക്കൽസ് ഉള്ള ഐസൊക്കെ എന്ത് ചെയ്യാൻ? ഒഴിവാക്കണം. അപ്പൊ എന്താണ് അഡൾട്രേഷൻ ഓഫ് ഐസ്? ഐസിലെ മായം എന്താ? നമ്മൾ അടുത്ത് പഠിക്കാം. നമ്മൾ നോക്കാം. സെറ്റ് ആണല്ലോ? ഇപ്പൊ നോക്കി, ഐസ് ഈസ് കോമൺലി യൂസ് ടു പ്രിസർവ് ഫിഷ് ആൻഡ് പ്രിവെന്റ് ഡീക്കേ. നമ്മൾ നോർമൽ എന്താണ്? ഫിഷിനെ പ്രിവെന്റ് ചെയ്യാൻ, എന്താ പറയാ, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഇതിൽ ആഡ് ആക്കുന്ന ആ കെമിക്കലിന്റെ പേരെന്താ നോക്കിക്കേ? അമോണിയം ക്ലോറൈഡ്. അപ്പൊ ഈ അമോണിയം ക്ലോറൈഡ് ആണ് നേരത്തെ പറഞ്ഞില്ലേ, ഈ ഐസ് പെട്ടെന്ന് മെൽറ്റായി പോവാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കൽസ്. അപ്പൊ ഈ അമോണിയം ക്ലോറൈഡ് ഇട്ട ഐസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആവില്ല. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ ബിസിനസ് പരമായിട്ട് നോക്കാൻ നേരത്താണെങ്കിൽ ഈ ഐസ് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി പോയി കഴിഞ്ഞാൽ മോശം. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇൻഡസ്ട്രിക്കാർ എന്ത് ചെയ്യും? ഈ അമോണിയം ക്ലോറൈഡ് ഇട്ടിട്ടായിരിക്കും എന്ത് ഐസ് തരുന്നത്. അപ്പൊ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് മെൽറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിൻ എ ലോ ടെമ്പറേച്ചർ. ഇപ്പൊ ജലത്തിന്റെ വേഗത്തിൽ എന്താ പറയാ, ഘനീഭവിപ്പിക്കുന്ന, അലിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, താഴ്ന്ന താപനില ലഭിക്കുന്നതിനും ഇതിനെന്ത് ചെയ്യും? താപതാപനില നിലക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? പക്ഷെ ഈ അമോണിയം ക്ലോറൈഡ് നല്ലതാണോ? നല്ലതല്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഭയങ്കര എന്താ ഹാർംഫുൾ ആയിട്ട്, ബാഡ് ആയിട്ട് എന്ത് ചെയ്യാ, എഫക്ട് ചെയ്ത്. അപ്പൊ എന്താ നോക്കാം അല്ലെ? അപ്പൊ അമോണിയം ക്ലോറൈഡ് ഈസ് ഹാർംഫുൾ ടു ദ ബോഡി. അപ്പൊ ഇപ്പൊ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ആക്കൂല്ലേ? മീൻ ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ വെക്കണത്. അപ്പൊ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് എന്ത് ചെയ്യുക? പോവാം. ഇവിടെ വരെ ക്ലിയർ ആണോ? ഇതാണ് അഡൾട്രേഷൻ ഓഫ് ഐസിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്താ ആഡ് ആക്കുന്നത്? അമോണിയം ക്ലോറൈഡ് ആണ് ആഡ് ആക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആഡ് ആക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് മെൽറ്റിംഗ് പോയിന്റ് കുറക്കാൻ വേണ്ടി, അതായത് മെൽറ്റ് ചെയ്യുന്ന അളവ് കുറക്കാൻ വേണ്ടിയിട്ട്, ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അമോണിയം ക്ലോറൈഡ് സഹായിക്കുക. പക്ഷെ അമോണിയം ക്ലോറൈഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഹാർംഫുള്ളാണ്. അപ്പോ ഇതൊക്കെ പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടും കാര്യങ്ങളൊക്കെ വേണം എന്ത് ചെയ്യുക? നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോ അഡൾട്രേഷൻ ഓഫ് ഐസ് മനസ്സിലായ തംസപ്പ് തന്നെ. സെറ്റ് ആണോ? സാർ ഒന്ന് മാറ്റിക്കേ. അപ്പോ അടുത്ത ചോദ്യം, അഡൾട്രേഷൻ ഓഫ് ഐസ്.
ആരാ പറയാൻ പോണത്? പറയോ. അഡൾട്രേഷൻ ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവമാണ് നമ്മൾ ആഡ് ആക്കുന്നത്? ആരാണത് പറയാൻ പോണത്? ശ്രീനന്ദ. ഹായ്, ഗുഡ് ഈവനിങ് ശ്രീനന്ദ. ഗുഡ് ഈവനിങ്. ഹായ്. അറിയാം എന്താണ് നമ്മൾ ഐസിലേക്ക് ആഡ് ആക്കുന്ന കെമിക്കല്? മായം എന്താ? എന്താണ് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞോളൂ. അച്ഛോ, എവിടെ ശ്രദ്ധിച്ചില്ലേ? അതന്നെ, എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഐസിൽ ആഡ് ആക്കുന്ന കെമിക്കൽ എന്ന് പറയാം. കെമിക്കൽ സബ്സ്റ്റൻസ്, രാസപദാർത്ഥം എന്ന് പറയാം. അടിപൊളി ശ്രീനന്ദ. അടുത്ത ആര്? എന്തുകൊണ്ടാണ് ഈ കെമിക്കൽ, ഈ പറഞ്ഞ അമോണിയം ക്ലോറൈഡ് ആഡ് ആക്കുന്നത്? എന്തിനാണ് ഡാനിയലെ നമുക്ക് അമോണിയം ക്ലോറൈഡ് ആഡ് ആക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ ഗുണം എന്ന് പറയുമ്പോ? എന്താണ് ഗുണം? കിട്ടിയാ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തിനാണ് നമ്മൾ അമോണിയം ക്ലോറൈഡ് ഐസിൽ ആഡ് ആക്കുന്നത്? ഇതെല്ലാം ആവശ്യമുണ്ടാ? അല്ലേ? മെൽറ്റ് ആവാണ്ടിരിക്കാൻ. മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടല്ലേ, പെട്ടെന്ന് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ലോ ടെമ്പറേച്ചർ, എന്താ പറയാ, താഴ്ന്ന താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. ഇവിടം വരെ ക്ലിയർ ആണോ? ഇവിടം വരെ ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് ടാറ്റന്നെ സെറ്റല്ലേ. ഇതാണ് അഡൾട്രേഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? അഡൾട്രേഷൻ ഓഫ് ഐസ് പഠിച്ചു, അതേപോലെ തന്നെ പാസ്ചറൈസേഷൻ പഠിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഭക്ഷണം ചീത്താവാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാറാ പറയാം? നിങ്ങൾ വീട്ടില് ഭക്ഷണം കുറെ ഉണ്ടാക്കി, ഇതൊന്നും ചീത്തായി പോകരുത്, എന്ത് ചെയ്യും നിങ്ങള്? നിങ്ങൾ കഴിച്ചു തീർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാരെങ്കിലും കൊടുക്കോ? അൽഹ. ഹായ്. അൽഹല്ലേ? അൽഹാൻ. ഗുഡ് ഈവനിങ്. എന്താണ് ആലോചിച്ചോണ്ടിരിക്കണത്? ആരാണത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആരാണ് ചേച്ചി? അനിയത്തിയാണോ? ചേച്ചി. ചേച്ചി ശല്യപ്പെടുത്തുക? ചേച്ചി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക? അല്ലല്ല, പഠിക്കാനാ? ഓക്കെ, ചേച്ചി പഠിച്ചോട്ടെ, നമുക്ക് പഠിക്കാം. നമ്മൾ എന്താ സാറ് ചോദിച്ചത്? നമ്മൾ ഈ ഭക്ഷണമൊക്കെ എന്താ പറയാ ചീത്താവാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാ? ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്താവൂല? ചില ഫുഡുകൾ ചീത്ത. എന്താ ഇതൊക്കെയാണ് ചില ഫുഡുകള്? ചേച്ചിനടുത്ത് ചേച്ചി നേരത്തെ ഓടിച്ചു വിട്ടതാ, അണ്ടിപ്പോ ആൻസർ ചോദിക്കാൻ പറഞ്ഞു കൊടുക്കണം കേട്ടാ. എന്താ കിട്ടിയാ? എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ വെക്കും ഫ്രിഡ്ജില്? മിക്കതും എല്ലാം വെക്കുമല്ലോ നമ്മള്. ചോറ് വെക്കും, കറികള്, മീറ്റ്, ഫിഷ്, കറി എല്ലാം വെക്കും. ഇതെല്ലാം വെക്കും അല്ലേ? ഡ്രസ് വെക്കോ? അതെന്താ വെക്കാത്ത? ഡ്രസ്സൊക്കെ എന്തിനാണ് ഫ്രിഡ്ജ് വെക്കണേ? ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? എന്താ പറയാ, താഴ്ന്ന താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ മൈക്രോ ഓർഗാനിസംസ് വളരണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു നോർമൽ ഫേവറബിൾ കണ്ടീഷൻസ് വേണം. അതായത് ഒരു ഇളം ചൂട് അല്ലെങ്കിൽ ഒട്ടും തണുപ്പില്ലാത്ത കാലാവസ്ഥകളൊക്കെയാണ് ഇവർ പെട്ടെന്ന് വളർന്നു വരുത്താവുക, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? നമ്മൾ നേരത്തെ ഒന്നില്ലെങ്കിൽ ചൂട് കൂട്ടും അല്ലെങ്കിൽ ചൂട് കുറക്കും. അതാണ് നമ്മൾ ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാക്കി കഴിക്കണം എന്ന് പറയാം. കാര്യം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർ രണ്ട് കണ്ടീഷൻസിലാണ് മൈക്രോ ഓർഗാനിസംസിനെ വളരാൻ പറ്റാത്തത്. ഒന്നാമത്തെ നല്ല ഹീറ്റ്, നല്ല ഹോട്ട് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അവർ വളരില്ല. അതേപോലെ നല്ല കോൾഡ് ആണെന്നുണ്ടെങ്കിൽ, ലോ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ വളരില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്. അധികം ചൂടുമില്ല, അധികം തണുപ്പില്ലാത്തൊരു സമയമില്ലേ? അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ തണുപ്പ് പോകാൻ തുടങ്ങും. അപ്പൊ തന്നെ മൈക്രോ ഓർഗാനിസംസ് പെരുകാൻ തുടങ്ങും. ഈ സൂക്ഷ്മജീവികൾ എന്താ ചെയ്യുക? പെട്ടെന്ന് വളരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം, കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പെട്ടെന്ന് വളിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചീത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കൂല. അപ്പൊ എന്താ, ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് ചൂടാക്കും, അല്ലെങ്കിൽ ചെറിയ തണുപ്പോട് തന്നെ നമ്മൾ കഴിക്കാൻ നോക്കും. അതാണ് സംഭവം. അപ്പൊ ഈ പറഞ്ഞ കോൾഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണങ്ങള് അവിടെ സ്പോയിൽ ആവാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതാണ് റെഫ്രിജറേറ്ററിന്റെ ഒരു ഗുണം. അപ്പൊ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത പഠിക്കണം. നോക്കിയാലോ? ഉഷാറാണോ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നോക്കാം. അപ്പൊ ഫുഡ് സ്റ്റോറേജ് ആൻഡ് റെഫ്രിജറേഷൻ.
അല്ലേ? ഇപ്പൊ ഈ റെഫ്രിജറേറ്റേഴ്സ് നമുക്കിപ്പോ പറഞ്ഞായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ സ്പോയിലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ഈ ഫ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ വെക്കണത്. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ടെമ്പറേച്ചർ, നല്ല എന്താ പറയാ താഴ്ന്ന താപനിലയാ, ലോ ടെമ്പറേച്ചറാ. അപ്പൊ ഭക്ഷണങ്ങളിൽ എന്ത് വളരില്ല? മൈക്രോ ഓർഗാനിസംസ് വളരില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഓരോ കമ്പാർട്ട്മെന്റ്സിലും ഓരോരോ നിങ്ങൾ എന്തൊക്കെയാ വെക്കുക? ഈ ഫ്രൂട്ട്സ് ഒക്കെ ഏത് കമ്പാർട്ട്മെന്റാണ് വെക്കണം ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞേ? ഏത് കമ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ വെക്കുക? ആരാണത്? നിള. ഹായ് നിള, ഗുഡ് ഈവനിങ്. എന്താ കുടിച്ചത്? വെള്ള ചായ? ഓക്കെ ഓക്കെ. പറഞ്ഞ എന്താണ് നമ്മളെ ഫ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ? ഫ്രീസറിലൊക്കെ എന്താ വെക്കുക? മീൻ, ചിക്കൻ കാര്യങ്ങളൊക്കെ വെക്കും. ഇനി അടിയിലത്തെ കമ്പാർട്ട്മെന്റിൽ എന്തൊക്കെ വെക്കും? സൈഡ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ഏറ്റവും അടിയിലത്തെ ലോവർ കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവിടേക്ക് എന്ത് വെക്കും നമ്മള്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഇനി ഏറ്റവും ടോപ്പില് എന്താ വെക്കുക നമ്മള്? എന്ത് വേണമെങ്കിലും വെക്കാം അല്ലെ? പാല് വെക്കാം, വെള്ളം വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പൊ ഓരോ കമ്പാർട്ട്മെന്റിലും എന്തുണ്ട്? ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാനുള്ള ഓരോരോ സ്ഥലങ്ങളുണ്ട് അല്ലെ? അപ്പൊ കമ്പാർട്ട്മെന്റ്സ് ഇൻ റെഫ്രിജറേറ്റർ ഹാവ് വേരിയിങ് ടെമ്പറേച്ചർ. ഓരോ കമ്പാർട്ട്മെന്റ്സ്, മുകളിലെ ഫ്രീസർ നല്ല തണുപ്പാ. നിങ്ങൾ ചൂടുള്ളപ്പോൾ ആരെങ്കിലും ഫ്രിഡ്ജ് തുറന്ന് പിടിച്ചിട്ടുണ്ടോ മക്കളെ വീട്ടില്? നല്ല ചൂടുള്ള സമയത്ത് ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കുറച്ചു നേരം തുറന്നിരിക്കുവോ? എന്ത് സുഖമായിരിക്കും അല്ലേ? അപ്പൊ ഈ ടെമ്പറേച്ചർ നമുക്കറിയാം. ഫ്രീസറിന്റെ അത് നല്ല തണുപ്പ്, അടിയിൽ എന്താ തണുപ്പ് ഉണ്ടാവച്ച, എന്നാലും എന്താ പറയാ ഭയങ്കരമായിട്ട് തണുപ്പ് ഉണ്ടാവില്ല, ഐസായിട്ടൊന്നും ഇരിക്കില്ല ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പൊ ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ അറകളിലും വ്യത്യസ്ത താപനിലയും. അപ്പൊ എന്തിനാണ് സഹായിക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ് വിൽ ബി ഇനാക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ വിച്ച് ഹെൽപ്സ് ടു പ്രിസർവിങ് ഫുഡ്. നമ്മൾ പറഞ്ഞായിരുന്നു നല്ല ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ താപനില കുറവാണെന്നുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വളരാൻ പറ്റത്തില്ല. ടെമ്പറേച്ചർ നല്ല കൂടുതലാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വളരാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ എന്ത് വെക്കണത്? ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കണത്. ക്ലിയർ ആണോ? അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് പറ്റും? ഈ പറഞ്ഞ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് മൈക്രോ ഓർഗാനിസംസ് അങ്ങാട്ട് ഇനാക്റ്റീവ് ആവും. മനസ്സിലായി? അപ്പൊ മൈക്രോ ഓർഗാനിസംസ് വിൽ ബിക്കം, എപ്പോഴാണ് ഇവര് ആക്റ്റീവ് ആവുന്നത്? വെൻ ഫുഡ് ഐറ്റംസ് ടേക്കൺ ഔട്ട് ഫ്രം റെഫ്രിജറേറ്റർ. നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് ഭക്ഷണം പുറത്തെടുത്ത് വെച്ചാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാന്നറിയാവോ? തണുപ്പ് കുറഞ്ഞു വരുമ്പോ ഇവര് പെരുകാൻ തുടങ്ങും, മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറി എന്ത് ചെയ്യാം? ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് മൈക്രോ ഓർഗാനിസംസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും, മൾട്ടിപ്ലൈ ചെയ്യുന്ന വിഭജനശേഷി കൂടും, നല്ല രീതിയിൽ ഈ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യും? പെരുകാൻ തുടങ്ങും. അപ്പൊ അതെന്തിലേക്ക് ലീഡ് ചെയ്യും? ദിസ് ലീഡ് ടു സ്പോയിലേജ് ഓഫ് ഫുഡ് ആസ് മൈക്രോ ഓർഗാനിസംസ് സ്റ്റാർട്ട് ടു ഗ്രോ. ഇപ്പൊ ഈ ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ എന്ത് ചെയ്യും? വളരാൻ തുടങ്ങുമ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും? അങ്ങാട്ട് ചീത്താവാൻ തുടങ്ങും. ക്ലിയർ ആയി? അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്ററിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം സ്റ്റോർ ആക്കണത്. ഇനി വേറെ ഏതൊക്കെ സ്റ്റോറേജ് രീതിയിലുണ്ട് അറിയാവോ? നമ്മളിപ്പോ വേറെ ഏതൊക്കെ രീതികൾ സ്റ്റോറേജ് ചെയ്യാം നമ്മുടെ ഫുഡ് ഐറ്റംസ്? ആരാണ്? അമിഷ. ഹായ് ഹായ് അമിഷ. ഹായ് ഹായ് ഹായ്. അൺമ്യൂട്ട് ചെയ്യുവാ അമിഷ. ഗുഡ് ഈവനിങ്. ഹലോ. ഓളപ്പില്ല വിളിച്ചോ. പ്രവീണെ. ഹായ് പ്രവീൺ. നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ ആർക്കെങ്കിലും കിട്ടിയാ വേറെ ഏതൊക്കെ രീതിയിൽ ഭക്ഷണത്തിനെ പ്രിസർവ് ചെയ്യാം? ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല തണുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസംസ് വളരില്ല. പിന്നെ വേറെ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. നമ്മൾ ഈ അരിയൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു ഡപ്പയിലേക്ക് ഇട്ടാൽ അടച്ചു വെക്കും അല്ലെ? അതിൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അത് നിങ്ങൾ പഠിച്ചല്ലേ? ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യില്ല? ചീത്താവൂല. മോയ്സ്ചർ ഇല്ലല്ലോ, അതിന് നനവില്ല. നനവുണ്ടെങ്കിലാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായി? അപ്പൊ ഇതേപോലെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറെ നേരം വെച്ച് കഴിഞ്ഞ് ഈർപ്പം കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ചീത്തായി പോകും. അതാണ് രാവിലെ വെച്ച് ചോറ് രാത്രിക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും? ചീത്താവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ ചീത്തായി പോകും. അപ്പൊ ഇതേപോലെ വേറെ കുറെ സ്റ്റോറേജ് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് സാർ ഒന്ന് കിട്ടിയത് പാസ്ചറൈസേഷൻ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോക്കിയത് ഫുഡ് സ്റ്റോറേജ് ഇൻ റെഫ്രിജറേറ്റർ. അപ്പൊ ഈ 3 കാര്യങ്ങൾ പക്കയാണ് കുഷാട് തരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ ഞാൻ ഒരു ചോദ്യം വരട്ടെ, ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് പാസ്ചറൈസേഷൻ കഴിഞ്ഞു, അതേപോലെ തന്നെ റെഫ്രിജറേറ്ററിൽ ഭക്ഷണം എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമ്മൾ എന്താ പോകണം നോക്കാം? ഏത് ടോപ്പിക്കാന്ന് അറിയാവോ? സേഫ്റ്റി ഫോർ, അതായത് നമ്മുടെ ഭക്ഷണത്തിന്റെ സേഫ്റ്റി നോക്കുന്നത്
അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്യാ ഏറ്റവും അവസാനത്തെ ടോപ്പിലേക്കാ പോവാ. അപ്പൊ നോക്കാം അല്ലേ സാറേ? ഓക്കെ, ഹൈജീൻ ഫോർ സേഫ്റ്റി. എന്താണ് നിങ്ങൾ ഹൈജീൻ ഒക്കെ നോക്കാറുണ്ടോ മക്കളെ? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഹൈജീൻ നോക്കണത്? ഓരോ ആൾക്കാർ പറഞ്ഞേ. നിങ്ങളുടെ വീട്ട് പരിസരത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലെ ഹൈജീന്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ ഹൈജീൻസാ നിങ്ങൾ നോക്കണത്? ഒന്ന് പറഞ്ഞേ. ആണത് സാൻവി, ഹായ്, ഗുഡ് ഈവനിങ്. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഹായ്. എന്തൊക്കെ ഹൈജീൻ എന്താണ്? ക്യാമറ പൊടി. ക്യാമറ മര്യാദക്ക് വെച്ചാ? ഹലോ. കേക്കണ്ട? ഓക്കെ. എങ്ങനെയൊക്കെയാണ് ഹൈജീൻ നോക്കുക? ഭക്ഷണം കഴിക്കാൻ നേരത്ത് എന്തൊക്കെ ഹൈജീൻ നോക്കും? നമ്മള് വൃത്തിയായി കഴിക്കണം, എവിടെയും കളയാണ്ടൊക്കെ കഴിക്കണം. എവിടെയും കൈ കഴുകിട്ട് കഴിക്കണം, കൈ കഴുകിട്ട് കഴിക്കണം, എവിടെയും കളയാണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. കളയാണ്ട് കഴിക്കണം. കൈയൊക്കെ കഴുകണം അല്ലേ? ഇനി വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹൈജീൻ ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം വെക്കാൻ നേരത്ത് വല്ല ഹൈജീൻ വേണോ? ഭക്ഷണം വെക്കണ സ്ഥലത്ത് വൃത്തി വേണോ വൃത്തി വേണ്ടേ? വെക്കാറുണ്ടോ? ഭക്ഷണം വെക്കാറുണ്ടോ? വെക്കുവോ? ഭക്ഷണം വൃത്തി വേണം. ഭക്ഷണം വെക്കാറുണ്ടോ? ഭക്ഷണം വെക്കാറുണ്ടാ വീട്ടില്? അമ്മേനൊക്കെ സഹായിക്കുവാ ചെറുതായിട്ട്? എന്തിനാ സഹായിക്കുക? എന്തിനാണ് സഹായിക്കുക? ദോശ ഇട്ട് കൊടുക്കൂ. ആഹാ, നല്ല അരട്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. അപ്പൊ ഹൈജീൻ വേണോന്നാ പറഞ്ഞല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഹൈജീൻ ഉണ്ട്, അതേപോലെ തന്നെ ഭക്ഷണം വെക്കുന്ന സ്ഥലത്ത് എന്ത് വേണം? വൃത്തി വേണം, നല്ല രീതിയിൽ ഹൈജീൻ വേണം. വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടായിരുന്നത്? ആര്യശ്രീ, ഹായ്, ഗുഡ് ഈവനിങ്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകണമെന്ന് പറഞ്ഞു. ഇനി ഭക്ഷണം വെക്കുന്ന സ്ഥലത്ത് വൃത്തി വേണമെന്ന് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് മൈൻഡ് ചെയ്യണോ? ഫുഡ് സേഫ്റ്റി നിലനിർത്താൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ്, അതന്നെ, വെജിറ്റബിൾസ്. പിന്നെ നല്ല ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ വല്ല കെമിക്കൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? ഇനി മേടിക്കുന്ന സ്ഥലം പ്രോപ്പർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങളതായിരിക്കണം എന്ത് ചെയ്യുക? നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിക്കേണ്ടത്. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് മേടിക്കാന്നുണ്ടെങ്കിൽ നല്ലത് നമ്മൾ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് എടുക്കണം. അപ്പൊ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് കൈ മാത്രം കഴുകിയിട്ട് മാത്രം പോരാ. ഈ പ്രോഡക്റ്റ് ചീത്തയാണെന്നുണ്ടെങ്കിൽ കറി വെച്ച് വെറുതെ ആവൂലേ? നമ്മുടെ ഹെൽത്തും കേടാവും അല്ലേ മക്കളെ? അപ്പൊ എങ്ങനെയാണ് ഹൈജീൻ ഫോർ സേഫ്റ്റി? നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണ ശുചിത്വം പാലിക്കേണ്ടത്? അപ്പൊ മെയിൻറ്റെയിനിങ് ഹൈജീൻ ഇസ് ക്രൂഷ്യൽ ഫോർ ഫുഡ് സേഫ്റ്റി അല്ലെ? നമ്മൾ എല്ലാ ഭക്ഷണ മേഖലകളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ക്ലെൻലിനെസ് വളരെ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ക്ലെൻലിനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് കഴിക്കാൻ ചെല്ലുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കഴിച്ചാലും ബുദ്ധിമുട്ടായി. ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് നമുക്ക് കഴിഞ്ഞ മാസം 2-3 ഹോട്ടൽസിൽ ഭക്ഷണത്തിൽ നിന്ന് എന്ത് കിട്ടി? ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് പുഴുക്കളെ കിട്ടി അല്ലെ? അപ്പൊ അതെന്താ സംഭവം? ചിലപ്പോൾ എന്താ സാലഡിൽ നിന്നൊക്കെ വന്നായിരിക്കാം. അപ്പൊ പ്രോപ്പറായിട്ട് കഴുകില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വരും. എറണാകുളത്താണെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ തൃശ്ശൂർ ആയിക്കോട്ടെ, ചില ഹോട്ടൽസിലൊക്കെ മിക്ക സ്ഥലത്തുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളം മൊത്തം ഉണ്ട്, ഇന്ത്യ മൊത്തം ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മുടെ ഹൈജീൻ പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുഡും എല്ലാ ആരോഗ്യമുള്ള ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്യാം? വാഷിംഗ് യുവർ ഹാൻഡ്സ് ആൻഡ് മൗത്ത് പ്രോപ്പർലി ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ഹെൽപ്സ് റിമൂവ് ഡേർട്ട് ആൻഡ് ബാക്ടീരിയ വിച്ച് റെഡ്യൂസ് ഫുഡ് ബോൺ ഇൽനെസസ്. എന്താ ചെയ്യുക? ഇപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ്. ഈ ഹാൻഡ് വാഷ് ചെയ്യാൻ ഒരു രീതി ഉണ്ട്, അറിയാം ആർക്കെങ്കിലും? അറിയാം? എങ്ങനെയാ കൈകളൊക്കെ ഒന്ന് കഴുകുക? അങ്ങനെ പറഞ്ഞേ. അൽഫിത പറയണ്ടേ? അൽഫിദക്ക് അറിയാവോ എങ്ങനെയാ കൈ കഴുകുക? എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യണം ഒന്ന് പറയോ? അൺമ്യൂട്ട് ചെയ്തോ. എങ്ങനെയാ നമ്മൾ പ്രോപ്പർ ഹാൻഡ് വാഷിങ് എങ്ങനെയാണ്? വെള്ളം ഒഴിച്ച് ഇങ്ങനെ 2 തിരി, അത്രേ ഉള്ളൂ. നല്ലോണം അറിയില്ല, എന്നാലും ചെറുതായിട്ട് എങ്ങനെയാ കാണിക്കുക അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ അതിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കണ്ടല്ലേ?
അത് തന്നെ ഹാൻഡ് വാഷിങ്ങിന്റെ പരസ്യം. ഇപ്പൊ കോവിഡ് വന്നപ്പോ കുറെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഹാൻഡ് വാഷ്. ഇപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ എല്ലാത്തിനും സ്പ്രെഡ് ചെയ്യുക. അതുപോലെ വിരലുകളുടെ ഇടകളിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്പ്രെഡ് ആവുക. ഇനി തംസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്ലീൻ ആക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളെ പത്തിയില്ലേ ഇത് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഉരക്കുക, രണ്ട് സൈഡ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഉരക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷിങ്. അപ്പൊ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യാറുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ? ചെയ്യണം. ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിനകത്തുള്ള ഭക്ഷണത്തിൽ കയ്യിനകത്തുള്ള അഴുക്കുകളൊക്കെ ഭക്ഷണത്തിലേക്ക് വരും. അപ്പൊ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ട് കഴിക്കുക പോരെ എന്നാ എന്തായാലും സാറേ. കഴിക്കണതിന് മുന്നേ കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഭക്ഷണമൊക്കെ ക്ലീൻ ആക്കണം. ഭക്ഷണം സോറി, നമ്മുടെ കൈകളൊക്കെ ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇപ്പൊ പ്രോപ്പറായിട്ട് നമ്മള് ഇതൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്താൽ ഫുഡ് ബോൺ ഡിസീസ്. എന്താണ് ഫുഡ് ബോൺ ഡിസീസ്? ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗാവസ്ഥകൾ നമുക്ക് എന്ത് ചെയ്യാം, തടഞ്ഞു നിർത്താൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ചീത്തായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാം, വയറിളകാം, ഫുഡ് പോയ്സൺസ് വരാം, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ്? ദ സ്റ്റെപ്സ് ടേക്കൺ കെയർ ഫോർ എന്തിനെ, ടു മെയിൻറ്റെയിൻ ഹൈജീൻ. നോക്കാം അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ്. ഒന്നാമത്തത്, എവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിക്കുന്നത്? ഓക്കെ, ദ പ്ലേസ് ഫ്രം ഫുഡ് ഐറ്റംസ് ആർ ബ്രോഡ്. നമ്മൾ ഭക്ഷണം എവിടെ നിന്ന്, ഏത് സ്ഥലത്തു നിന്നാണ് മേടിക്കുന്നത്? നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണോ, അല്ലെങ്കിൽ വൃത്തിഹീനമായ സ്ഥലത്തുള്ള മാർക്കറ്റിൽ നിന്നാണോ, അല്ലെങ്കിൽ കടകളിൽ നിന്നാണോ, എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ബൈ ഫ്രം റെപ്യൂട്ടബിൾ ആൻഡ് ക്ലീൻ മാർക്കറ്റ്സ്. എല്ലാ സ്ഥലത്തും നമുക്ക് പദാർത്ഥങ്ങൾ കിട്ടും, പക്ഷെ നമുക്ക് ക്ലീൻ ആയിട്ട് തോന്നുന്നു നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുക, മേടിക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണോ ഭക്ഷണം മേടിക്കുന്നത് അത് ആദ്യം നമ്മളെ മൈൻഡിലുണ്ടാണ്. നല്ലൊരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള, നല്ല ക്ലീൻ ആയിട്ട് പാക്കേജ് ചെയ്ത് എല്ലാം കൊടുക്കുന്ന ഒരു നല്ലൊരു മാർജിൻ ഫ്രീസ് ആയിക്കോട്ടെ, അല്ല അതുപോലെ തന്നെ നമ്മൾ പലചരക്ക് കടകളായിക്കോട്ടെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മേടിക്കുക. രണ്ടാമത് എന്താ നോക്കിക്കേ, സ്റ്റോറേജ് ആഫ്റ്റർ പർച്ചേസ്. നമ്മൾ ഈ സംഭവങ്ങളെല്ലാം മേടിച്ച്, നിങ്ങൾ അരി മേടിച്ചെന്ന് വിചാരിക്കും. നിങ്ങൾ അരി മേടിക്കാൻ പോകാറുണ്ടോ കടകളിൽ? കൂടെ പോകാറുണ്ടോ വീട്ടിൽ നിന്ന്? അരി മേടിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? നിങ്ങളുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് അരി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? ആരാ പറയാ? എവിടെയാണ് അരിയൊക്കെ സ്റ്റോറേജ് വെക്കണത്? ഇവാഞ്ചലിന, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അരിയൊക്കെ എവിടെ സ്റ്റോർ ചെയ്ത് നോക്കുക? ചെറിയ ബക്കറ്റില്, ചെറിയ എന്താ പറയാ കമ്പാർട്ട്മെന്റ്സില്, ചെറിയ ചെറിയ എന്താണ് ഡപ്പകൾ ഉണ്ടാവും, അത്യാവശ്യം നല്ല വലുതും ഉണ്ടാവും അല്ലെ? അതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളോ കയറാൻ ചാൻസ് ഉണ്ട്, ഈർപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ട്, ഉപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഡ്രൈ ആയിട്ടും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ വായു കയറാത്ത ഒരു അറകളിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സംഭരിച്ചു വെക്കാൻ വേണ്ടി. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, ശുചിത്വം സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കണം. ഒന്ന് സ്റ്റോറേജ് ആഫ്റ്റർ പർച്ചേസ്, ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞ് അതിനെ സംഭരിച്ച് വെക്കുന്നത്. എവിടെ വെക്കണം? സ്റ്റോർ പെരിഷബിൾ ഐറ്റംസ് ആൻഡ് കുക്ക്ഡ് ഫുഡ് ഇൻ റെഫ്രിജറേറ്റർ ആൻഡ് ക്ലീൻ വാട്ടർ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്റ്റോർ ചെയ്യേണ്ട ഭക്ഷണം എന്തൊക്കെ, പെരിഷബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് നശിയാൻ ചാൻസ് ഉള്ള, ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം മറ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കറികള്, ചോറ്, ഇതൊക്കെ എന്താണ് ഒറ്റ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നല്ല മീൻ കറിയൊക്കെ ആണെങ്കിൽ വിഷയമില്ല, എന്നാലും പെട്ടെന്ന് ചീത്താവുന്ന കറികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, പെരിഷബിൾ ആയിട്ടുള്ള, പെരിഷബിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നശിക്കാൻ ചാൻസ് ഉള്ള ഫുഡ് ഐറ്റംസ്, ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, റെഫ്രിജറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. പിന്നെ വെള്ളമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിളപ്പിച്ച് നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ കമ്പാർട്ട്മെന്റ്സിലാണെങ്കിൽ കമ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലാണെങ്കിൽ റെഫ്രിജറേറ്റർ. ഓക്കെ ആണല്ലോ? അപ്പോ ഇതാണ് സംഭവം. ഇവിടം വരെ ക്ലിയർ ആയിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികൾ എന്ന് പറയാം. ഓക്കെ ആണോ മക്കളെ? അപ്പൊ എല്ലാവർക്കും പല രീതിയിലുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ചിപ്സ് മേടിച്ച് പാക്കറ്റിൽ തന്നെ പൊതിഞ്ഞ് വെച്ച് ചിലപ്പോൾ എന്താ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തണുത്ത് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തണുത്ത് നമ്മൾ കഴിക്കാൻ നേരത്തെ തണുത്ത് വെച്ചിരിക്കും, അപ്പൊ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ചെറിയ ജാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നല്ല പ്രോപ്പറായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വായു കയറില്ല, എയർ കയറില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്ന് നമുക്ക് കഴിക്കാനും പറ്റും, എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും. ഇതാണ് സംഭവം. അപ്പൊ സ്റ്റോർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ക്ലിയർ ആണോ? ഇവിടെ വരെ ക്ലിയർ ആണെങ്കിൽ തരുന്നേ. ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ പഠിച്ചില്ല നമ്മുടെ പാസ്ചറൈസേഷൻ, അതേപോലെ തന്നെ അഡൾട്രേഷൻ ഓഫ് ഐസ്. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. സാറുമാർ ചോദ്യം ചോദിക്കോട്ടെ. ഓക്കെ, പെട്ടെന്ന് നോക്കുകയാണ്. അപ്പൊ നോക്കട്ടെ. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻ ഫുഡ്
അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഭക്ഷണം സ്വന്തം എന്താ പറയുക നല്ല ക്ലീനോടെ കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ ഓക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻ സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കി വെക്കണം ഒന്ന് പറഞ്ഞേ. ആരാ ഒന്ന് വിളിച്ചേ? ജിസാ മരിയ. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തിനു വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ക്ലീൻ ആയിട്ടൊക്കെ വെക്കണത് ഭക്ഷണം? ബാക്ടീരിയ പെരുകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ക്ലീൻ ആയിട്ടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ ജിസ? ഓക്കെ, ഇതാരണത് ശിവനന്ദ. ഹായ്, ഗുഡ് ഈവനിങ്. ക്ലീൻ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും വേറെ പറഞ്ഞേ? മൈക്രോ ഓർഗാനിസംസ് നമ്മള് ജിസ പറഞ്ഞതാണ്. ബാക്ടീരിയ കുഴപ്പമില്ല. മൈക്രോ ഓർഗാനിസംസിന്റെ വളർച്ച അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം അല്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ആക്സസ് ക്ലീൻ സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ്. എല്ലാവർക്കും എന്തുണ്ട്, എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത് അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഫണ്ടമെന്റൽ റൈറ്റ് ആ ഒരു മനുഷ്യനുണ്ട് അല്ലേ. അപ്പൊ യൂസിങ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ കൂടുതലും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന എന്ത് ഭക്ഷണം മക്കളെ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? അതാരാ വിളിച്ചോ? ഇത് നമ്മൾ നോക്കിയേ, ഈ ഓറഞ്ച് മാറി, ശരി, അതേ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ ഏറ്റവും ലെഫ്റ്റ് അത് തന്നെ. ക്രിസ്മരിയ ആൻഡ് ഗ്രേസ് മരിയ. ഹലോ, ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഞാൻ പറഞ്ഞ ഭക്ഷണം ഏതാ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ബിരിയാണി. ബിരിയാണിയാ? ഇതിലേതാ ഗ്രേസ്? ഈ ഇപ്പുറത്തിരിക്കണത് ക്രിസ്സാ? ഓക്കെ 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 ഓക്കെ. ബിരിയാണി ഏറ്റവും കൂടുതൽ കഴിക്കുക? ബിരിയാണി വെക്കാറിയാവോ? വെക്ക, നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി, എന്തിനാണ് വെക്കണേക്ക് അറിയണത്. ഓക്കെ, അപ്പൊ എവിടെ വീട് എവിടെയാണ് മക്കളാ? കലൂരാ? ആഹാ, അത് ശരി, അടിപൊളി. കലൂർ എവിടെയാണ്? ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെടാ, സെറ്റടാ. അപ്പൊ ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഇവിടെ വരെ മനസ്സിലായ? സെറ്റടാ. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് നമ്മളെയൊക്കെ എന്താ വളരെ അത്യാവശ്യം ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. അതാണ് ഇപ്പൊ എന്താ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻ ആൻഡ് സേഫ് ഹെൽത്തി ഫുഡ് എന്ന് പറയാം. എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടണം അല്ലേ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ കുക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത്. ഒന്ന്, നമ്മൾ എവിടെ നിന്നാണ് ഭക്ഷണങ്ങൾ മേടിക്കുന്നത്, എവിടെ നിന്നാണ് ഏത് സ്ഥലത്തു നിന്നാണ് ഭക്ഷണങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. രണ്ടാമത്, നമ്മൾ വെക്കുന്ന രീതിയുണ്ട്, ഒരു ക്ലെൻലിനെസ് വേണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള് അതേപോലെ തന്നെ കയ്യിലുകള് ഇതൊക്കെ എന്ത് ചെയ്യണം, നല്ല ക്ലീൻ ആയിരിക്കണം അല്ലേ. പിന്നെ മൂന്നാമതെന്ന് പറയുമ്പോൾ സ്റ്റോറേജ് പ്ലേസ്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സംഭരിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം എന്ത് ചെയ്യും, ചീത്തായി പോകാനും ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പ്രോപ്പർ ഫുഡ് സ്റ്റോറേജും ആൻഡ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചേഴ്സ് ആർ എസെൻഷ്യൽ ടു കീപ് ഫുഡ് സേഫ് അല്ലേ. പ്രോപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഭക്ഷണം സംഭരിക്കുന്ന രീതികൾ, റിഫ്രിജറേറ്റേഴ്സ് ആയിക്കോട്ടെ, കമ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, എയർ ടൈറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഭക്ഷണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശരിയായ ഭക്ഷണ സംഭരണവും ഉചിതമായ താപനിലയും അത്യാവശ്യമാണെന്ന് പറയാം. സോ ബൈ ഫോക്കസിങ് പ്രോപ്പർ മെത്തേഡ്സ് ബെറ്റർ ഹെൽത്ത് ക്യാൻ ബി മെയിൻറ്റെയിൻ അല്ലേ. പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ വരെ ക്ലിയർ ആണെങ്കിൽ തന്നെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കി സാറ് മാറ്റിക്കുക. നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ കുറച്ച് ചെറിയ ടോപ്പിക്സാ. ഒന്ന് നമ്മൾ നോക്കിയത് പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ. എന്താണെന്ന് പാസ്ചറൈസേഷൻ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു പാസ്ചറൈസേഷൻ? ആരാ വിളിക്കുക? ഹാദിയ പറഞ്ഞോ. നമ്മളെല്ലാവരും പഠിച്ചതാണല്ലേ. ഇത്രയും നേരം നമ്മൾ ക്വസ്റ്റ്യൻസും എല്ലാ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക. നീ പറഞ്ഞു എന്തായിരുന്നു പാസ്ചറൈസേഷൻ? ഹാദിയ
അൺമ്യൂട്ട് ആണല്ല. ഓക്കെ, നെഹദ, നെഹല, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. അറിയോ എന്തായിരുന്നു പാസ്ചറൈസേഷൻ? എന്തിനാ 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 എന്താ പറയാ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന മെത്തഡ് ഉപയോഗിക്കുക? മിൽക്കിനെ പ്രിവെന്റ് ചെയ്യാൻ, മിൽക്കിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി, പാലിനെ പ്രിസർവ് ചെയ്യാം. ഓക്കെ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ മിൽക്കിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെ? 2 സ്റ്റെപ്സ് ഉണ്ടല്ലേ? ആരാണ് പറയണം? ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പാസ്ചറൈസേഷൻ നമ്മൾ നോക്കിയപ്പോ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞായിരുന്നു. ആരാണത്? ദീപത്രയ. ഇപ്പൊ പഠിച്ചിട്ടുള്ള നിങ്ങൾ പാസ്ചറൈസേഷൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ്? പറയൂ ദീപ. ഗുഡ് ഈവനിങ്. പറഞ്ഞോ, എന്തായിരുന്നു ആദ്യം നമ്മൾ ചെയ്യുക? മിൽക്കിനെ പാസ്ചറൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും നമ്മള്? എന്താണ്? തിളപ്പിക്കില്ല. എത്ര ഡിഗ്രി വരെ തിളപ്പിക്കും നമ്മള്? 70 ഡിഗ്രി സെൽഷ്യസ് വരെ. എത്ര സെക്കൻഡിലേക്കാണ് നമ്മൾ തിളപ്പിക്കുക? 30 സെക്കൻഡ്സിലേക്ക് നമ്മൾ തിളപ്പിക്കും. എന്നിട്ട് പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യും അല്ലേ? രണ്ടാമത്തെ പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ. എത്ര ഡിഗ്രി സെൽഷ്യസിലേക്കാണ് കൂൾ ഡൗൺ ചെയ്യുക? 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ഡൗൺ ചെയ്യും അല്ലെ? അപ്പൊ ഇതിന്റെ ഗുണം എന്താന്നാ പറയുക? പെട്ടെന്ന് ഉണ്ടാവുന്ന ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് കാരണം എന്താ പറ്റുക? അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റത്തില്ല. നമ്മളെ മൈക്രോ ഓർഗാനിസത്തിന് പ്രോപ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരും എന്ത് ചെയ്യും? ഡിസ്ട്രോ ആയി പോകും. എല്ലാം അവിടെ പൊട്ടിപ്പൊളിഞ്ഞാൽ കണ്ടുപോകും, നശിച്ചു പോകും. ക്ലിയർ ആണ്? പാസ്ചറൈസേഷൻ മനസ്സിലായില്ലേ? ഇനി ഈ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പേര് വരാൻ കാര്യം ഏത് സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്? അതാരാ പറയാൻ പോണത്? ഏത് ശാസ്ത്രജ്ഞനാണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പ്രവർത്തനം കണ്ടുപിടിച്ചത്? ആരാണത്? സൈറ, ഹായ്, ഗുഡ് ഈവനിങ്. സൈറക്കുട്ടി പറയൂ, എന്താണ് പാസ്ചറൈസേഷൻ? ആരാ കണ്ടുപിടിച്ചത്? ഹലോ, എന്താണ് പാസ്ചറൈസേഷൻ? ആരാ കണ്ടുപിടിച്ചത്? സയന്റിസ്റ്റിന്റെ പേരെന്താ? മറന്നുപോയാ? ഒന്ന് മറിച്ചു നോക്കേ. ആരാ കണ്ടുപിടിച്ചത് നോക്കി ഞാൻ ഇപ്പൊ ചോദിക്കോട്ടെ. ആരാ? ജോവിൻ, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അറിയാവോ പാസ്ചറൈസേഷൻ ആരാ കണ്ടുപിടിച്ചത്? ലൂയി പാസ്റ്റർ ആണല്ലേ. ലൂയി പാസ്റ്റർ ആണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ പാസ്ചറൈസേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ പാസ്ചറൈസേഷൻ എന്ന പേര് വരാൻ കാര്യം മനസ്സിലായില്ലേ? ഇനി അതായത് നമ്മള് ഐസിന്റെ അഡൾട്രേഷൻ, ഒന്നാമത്തെ ടോപ്പിക് ഇതായിരുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഐസിന്റെ അഡൾട്രേഷൻ അല്ലെ? ഐസിന്റെ അഡൾട്രേഷൻ. അപ്പൊ ഐസ് അഡൾട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ആഡ് ആക്കുമെന്നാ പറഞ്ഞത്? നമ്മള് ഐസ് മായം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ എന്ത് കെമിക്കൽ ആഡ് ആക്കുമെന്ന് പറഞ്ഞാൽ ആരാ പറയാൻ പോണത്? ആരാണ് പറയാൻ? എല്ലാവരും പഠിച്ചതാണ്. ആരും ഉത്തരം പറയാണ്ടിരുന്നത് മോശമാണ്. ആരോൺ, ഹായ്, പറയടാ. ഐസ് അഡൾട്രേറ്റ് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ്. എങ്ങനെയാണ് ഐസ് അഡൾട്രേറ്റ് ചെയ്യുക? അമോണിയം ക്ലോറൈഡ്. അത് തന്നെ. എന്താണ്? അമോണിയം ക്ലോറൈഡ് ആഡ് ആക്കും. ഈ അമോണിയം ക്ലോറൈഡ് ആഡ് ആക്കിയാല് എന്താണ് ഗുണം? എന്തൊക്കെയാണ് ഗുണം? ആർക്കും അറിയാം എന്തൊക്കെയാണ് പറഞ്ഞത്? പറഞ്ഞോ. ഐസ് പെട്ടെന്ന് മെൽറ്റ് ആവൂല. പെട്ടെന്ന് മെൽറ്റ് ആവൂലല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്യൂല? പെട്ടെന്ന് വെള്ളമായി പോകാൻ ചാൻസ് കുറവാ. പിന്നെ വേറെന്താ പ്രശ്നം? തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? താഴ്ന്ന താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ആരിട്ടാല്? ഈ അമോണിയം ക്ലോറൈഡ് ഇട്ട് കഴിഞ്ഞാൽ. അതാണ് ഗുണം. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ? നമ്മുടെ ബോഡിക്ക് പ്രശ്നമാണ്. ക്ലിയർ ആണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെടാ, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച് എന്താണ്? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മേടിക്കുന്ന സ്ഥലം ക്ലീൻ ആയിരിക്കണം. നമുക്ക് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ക്ലീനും നല്ല വൃത്തിയുള്ള ഷോപ്സിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിക്കാൻ നോക്കാം. രണ്ടാമത്, ഈ ഭക്ഷണ പദാർത്ഥം മേടിച്ചിട്ട് മാത്രം കാര്യമില്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മക്കളെ നമ്മൾ സംഭരിച്ച് വെക്കണം. എങ്ങനെയുള്ള സംഭരണം? റെഫ്രിജറേറ്റേഴ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ്, വായു സഞ്ചാരമില്ലാത്ത അറകളിലേക്ക് എത്തിയ ഭക്ഷണങ്ങൾ നമ്മൾ സംഭരിച്ചു വെക്കാം. അതുകൂടെ തന്നെ നമ്മൾ ഭക്ഷണം വെക്കുന്ന സ്ഥലത്ത് യൂട്ടൻസിൽസ് ഉണ്ടല്ലോ, പോട്ട്സ്, അതേപോലെ തന്നെ കയ്യില് സ്പൂൺസ്, ഇതൊക്കെ എല്ലാം എന്തായിരിക്കണം? നല്ല ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് വരാൻ പറ്റും? നമുക്ക് രോഗങ്ങൾ വരാനോ ഫുഡ് ഡീക്കേ ചെയ്തു പോകാനോ ചാൻസ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് ഈ പറഞ്ഞ റെഫ്രിജറേറ്റേഴ്സിലെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന. അങ്ങനെ പല പല കമ്പാർട്ട്മെന്റ്സിലായിട്ടാണ് ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ഇതിലും എന്താണ്? ടെമ്പറേച്ചറിന്റെ അല്ലെ? ടെമ്പറേച്ചർ വല്ല ഡിഫറൻസ് ആണ് ആരില്?
ഈ പറഞ്ഞ റെഫ്രിജറേറ്ററിൽ. നമ്മൾ പറഞ്ഞ ഓരോ അറകളിലും ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള കാരണം എന്താ പറ്റാന്ന് പറയുന്നത്, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല, വളരാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞത് എപ്പോഴൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അവർക്ക് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ എപ്പോഴൊക്കെയാണ്? ഒന്ന് ഹൈ ടെമ്പറേച്ചർ സമയത്തല്ലേ, നല്ല ചൂടുള്ള സമയത്തും അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ഉള്ള സമയത്തും. ലോ ടെമ്പറേച്ചർ നല്ല താപനില കുറവുള്ള സമയത്തൊക്കെയാണ് ഇവർക്ക് എന്താ പറയാ പടരാൻ പറ്റാത്ത, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ക്ലിയർ ആയി? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നോക്കി നമ്മൾ പറഞ്ഞായിരുന്നത് എങ്ങനെയാണ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യണം, പ്രോപ്പറായിട്ട് മൗത്ത് വാഷ് ചെയ്യണം. അത് ഡേറ്റ് അവസാനം വന്നപ്പോൾ നമ്മൾ റെഫ്രിജറേറ്ററിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇവിടെ വരെ ക്ലിയർ ആയിട്ട് ഓക്കെ അല്ലേ? കോമൺ ആയിട്ട് നമുക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലും അതേപോലെ നമ്മൾ കാണുന്ന റെഗുലർ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇവിടെ വരെ സെറ്റ് ആയിട്ട് മനസ്സിലായി, ഉഷാണെന്ന് ചാറ്റുന്നത്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറയട്ടെ, ഞാൻ കുറച്ച് ടാസ്കും കൂടെ സെറ്റ് ആക്കി. നമ്മുടെ ചാപ്റ്റർ തീർന്നതിന്റെ സന്തോഷത്തിൽ ഞാൻ എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ